സിനിജി, ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു നിന്നതാണ് സലീം കുമാറിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ മകൻ വളരെ കോപാകുലനായി മാധ്യമങ്ങളോട് പെരുമാറുന്നത്, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളോട്. അതുമായി ബന്ധപ്പെട്ട ഒരാളിട്ട പോസ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മകൻ കഞ്ചാവടിച്ചു, അച്ഛന്റെ മരണാന്തര ചടങ്ങിൽ പട്ടി ഷോ കാണിക്കുന്നു. അവന്റെ അച്ഛൻ മരിച്ചു, അച്ഛൻ ജീവന് തുല്യം സ്നേഹിച്ച അമ്മയെ ആശ്വസിപ്പിക്കണം, അതിന്റെ നിയന്ത്രണം വിട്ടുപോയി. അപ്പോൾ ആ പയ്യൻ അഹങ്കാരിയായി. സർക്കാർ ദയവ് ചെയ്ത് ഇത്തരം മൊബൈൽ ക്യാമറ നിയന്ത്രിക്കുക. ആര് കേൾക്കാൻ? കർമ്മം ചെയ്യാൻ സമ്മതിക്കില്ല. നല്ലൊരു മനുഷ്യനെ സമാധാനത്തോടെ അന്ത്യകർമ്മം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ആരായാലും പ്രതികരിക്കും. മകൻ എന്തു പറഞ്ഞാലും ഇന്നത് തെറ്റല്ല, കാരണം അവിടെയുള്ളവർ ചെയ്തത് മോശമായ കാര്യമാണ്. ഞാനാണെങ്കിൽ, നിങ്ങളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ഒരു ഫോണും ക്യാമറയും തൂക്കി എന്ത് വേണേലും എടുത്തിടാം എന്നുള്ള തെമ്മാടിത്തരം അവസാനിപ്പിക്കുക തന്നെ വേണം. അവസാനം ഗതികെട്ട ഒരാൾ പ്രതികരിച്ചിരിക്കുന്നു. ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. വ്യൂസിനും ലൈക്കിനും വേണ്ടി മനുഷ്യന്റെ സങ്കടങ്ങളെ കച്ചവടക്കാരാക്കുന്ന ഈ ഓൺലൈൻ സംസ്കാരം അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. ഇതുപോലെ 4 പേർ മുഖത്ത് നോക്കി പ്രതികരിച്ചാലേ ഇത്തരക്കാരുടെ ഈ ഒരു മോശം വാക്കുണ്ട്, ഈ കഴപ്പ്, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, ഈ കഴപ്പ് മാറും. പൂർണ്ണ പിന്തുണ ചന്തുവിന് നട്ടലുള്ള പ്രതികരണത്തിന്. ഇങ്ങനെയാണ് ഒരാളിട്ടേക്കുന്ന പോസ്റ്റാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് പൊട്ടിത്തെറിച്ച് സലീം കുമാറിന്റെ അന്ത്യകർമ്മത്തിൽ പൊട്ടിത്തെറിച്ച് ചന്തു. എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് മൊത്തമായിട്ടൊന്ന് അരിച്ചു പറക്കിയപ്പോഴാണ് അതിന് മുന്നേ ഉള്ള സംഭവങ്ങൾ അടക്കം പലരും ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഓൺലൈൻ മാധ്യമങ്ങളെന്നല്ല, പൊതുവെ ആരുടെയെങ്കിലും മരണം ആഘോഷിക്കുകയാണ് മാധ്യമങ്ങൾ, അല്ലേ? കാരണം ഈ ആരെങ്കിലും മരിച്ചു എന്ന് കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി മോശമെന്ന് പറഞ്ഞാൽ അത് മുതൽ ഈ ആശുപത്രികളുടെ വരാന്തകളിൽ, അവരുടെ വീട്ടിൽ സംസ്കാര ചടങ്ങ്, ഇതൊക്കെ ഒരു സ്വകാര്യമായി, എത്ര ഉന്നതനാണെങ്കിലും ആ സമയം അവരുടെ വീട്ടുകാർക്ക് മാത്രമുള്ളതല്ലേ? അവിടെ കടന്നു കയറുന്നത് വളരെ മോശമായ കാര്യങ്ങളല്ലേ? ഈ ഔചിത്യബോധം എന്നുള്ളൊരു കാര്യമുണ്ട്. ഔചിത്യബോധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ഈ മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണം, ഒരു കല്യാണ ചടങ്ങിൽ എങ്ങനെ പെരുമാറണം, അതല്ലെങ്കിൽ മറ്റൊരു ഉദ്ഘാടന ചടങ്ങാണെങ്കിൽ എങ്ങനെ പെരുമാറണം, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മുടെ പെരുമാറ്റം. ഇപ്പോൾ ഇത്രയും വിമർശനം ഉയർന്നത് എന്താ? സലീം കുമാർ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടാണ്. അദ്ദേഹത്തോട് ആർക്കും ഒരു വിരോധമൊന്നുമില്ല. മാത്രമല്ല 56ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തെ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തോട് സ്നേഹമുള്ള ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്ന് അദ്ദേഹത്തിന് അവരുടെ അനുശോചനമൊക്കെ രേഖപ്പെടുത്തി. ഇവിടെ എന്താ ഏറ്റവും ഒടുവിൽ, അതായത് ഇനി സലീം കുമാർ ഇല്ല, അദ്ദേഹം ഇതുപോലെ തന്നെ അവസാനമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കൾ, ഭാര്യ, ഇവരെല്ലാം തന്നെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നുകിൽ ഈ മാധ്യമങ്ങൾ സ്വയം അകലം പാലിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുക. കാരണം അത് അവരുടെ സ്വകാര്യ നിമിഷങ്ങളാണ്. ഇനി അവർക്ക് സലീം കുമാറിനെ കാണുന്നത് അന്ത്യചുംബനം നൽകുക എന്നൊക്കെ പറയുന്നത് പോലെ അത്തരം നിമിഷങ്ങളിലേക്ക് കൂടി ഈ മൊബൈൽ ക്യാമറയുമായിട്ട് വരുന്നു. ആളുകൾ എന്താ പറയുന്നത്? ഇതാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വരുന്നു, അതല്ലെങ്കിൽ എന്താ പറയുക, ഇതിനകത്ത് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് വരുന്നു. സത്യത്തിൽ ഓൺലൈൻ മീഡിയ ആണോ ഇതൊക്കെ? ഇതൊക്കെ വെറുതെ ഒരു മൊബൈലുമായിട്ട് ചെന്നിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. എന്നിട്ട് അതിലൂടെ കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ലൈക്ക് മേടിക്കുന്നു. അതിലൂടെ അവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. അവർ അല്ലെങ്കിൽ കുറച്ച് പേരുടെ മുമ്പിൽ അറിയപ്പെടുന്നു. ഇതിനുവേണ്ടി ഒരാൾ ശ്രമിക്കുന്നു, 2ാമത്തെ ആൾ വരുന്നു, 3ാമത്തെ ആൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ കൂട്ടത്തോടെ ഇവർ തമ്മിലിടിയാകുന്നു. അപ്പോൾ അവിടെയുള്ള കരച്ചിൽ, ദുഃഖങ്ങൾ, അവരുടെ ഏറ്റവും വ്യസനിക്കുന്ന നിമിഷങ്ങളൊക്കെ ഒപ്പിയെടുത്ത് അതിന് മാർക്കറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയക്കാരുണ്ടാക്കിയതല്ല, ഇത് ചാനലുകൾ ഉണ്ടാക്കിയ ഒരു സംസ്കാരമാണ്. കാരണം ഏതൊരു മരണച്ചടങ്ങിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ അവിടെ 3-4 യൂണിറ്റ് ക്യാമറ അവിടെ എത്തുന്നു. എന്നിട്ട് ഓൺലൈൻ, അന്ന് OB1 ഒക്കെ ആയിരുന്നു പണ്ട്, OB1 കൊണ്ടുവച്ച് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ലൈവ് വ്യൂ വന്നു, അത് ഉപയോഗിച്ചിട്ടുള്ള ടെലികാസ്റ്റിംഗ് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഓൺലൈൻ മീഡിയ ഇവിടെ ചെല്ലുകയാണ്. ഇവിടെ സലീം കുമാറിൻ്റെ മകനൊക്കെ ഇങ്ങനെ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവസാന നിമിഷത്തേക്ക് ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നവർ മൊബൈലുമായിട്ട് ചെന്നിട്ട് ഒപ്പിയെടുക്കുക. ഇത് എന്താണ് ചെയ്യുന്നത്? സത്യത്തിൽ ഇവിടെ മരിച്ചു, സംസ്കാര ചടങ്ങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് മാറി നിന്നു കൊടുത്താൽ അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും, അല്ലെ അവർക്ക് അവരുടേതായ സ്വകാര്യ നിമിഷം. നമുക്കറിയാലോ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിദ്ദിഖ് സംവിധായകൻ മരിച്ചു. ഈ സംവിധായകൻ മരിച്ചതിന് ശേഷം ആ സമയത്ത് സിദ്ദിഖിൻ്റെ വീട്ടിലേക്ക് മീഡിയാസിനെ പ്രവേശിപ്പിച്ചേയില്ല. ഇത് ഞങ്ങളുടെ കുറച്ച് സ്വകാര്യ നിമിഷങ്ങളാണ്, ഞങ്ങൾക്കിത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരതിന് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തി. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും നിരോധിക്കുകയല്ല ചെയ്തത്. അല്ലാത്ത സമയത്ത് മീഡിയയ്ക്ക് വരാൻ പറ്റും, അല്ലാതെ ഈ പൊതുദർശനം നടത്തുവാണെങ്കിൽ അവിടെ വരാൻ പറ്റും, ഇതൊക്കെ ചെയ്യാം. ഇതിനകത്തെല്ലാം നിൽക്കുന്നതല്ലാതെ ഓരോ നിമിഷവും ഇങ്ങനെ എത്തിച്ചു കൊടുക്കാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല മലയാളികളുടെ മനസ്സ് അത്തരമാണ്. ഒരു ക്രൂരമായ എന്ത് സംഭവത്തിനും വ്യൂവേഴ്സ് കൂടുതലുണ്ട്. ഇപ്പം
നമുക്കറിയാലോ ഈ ചാനലുകളിലൊക്കെ രാത്രിയിലാണ് ക്രൈമുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നത്. അത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ ആ ക്രൂരതയെ കണ്ട് ആസ്വദിക്കാൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ചാനലുകളും ഈ ക്രൈം വാർത്തകൾ നൽകുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറേ പേരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ പ്രവണതയാണ്. മാത്രമല്ല ഇവിടെ ഓൺലൈൻ മീഡിയക്കാരുടെ തള്ളിക്കയറ്റം എന്ന രീതിയിലാണ് പറയുന്നത്. നമ്മളും ഒരു ഓൺലൈൻ മീഡിയയാണ്, പക്ഷേ നമ്മൾ വാർത്തകളെ എടുത്ത് അതിനെ വിശകലനം ചെയ്ത് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കല്ലേ, അല്ലാതെ ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോയി ആ വിഷ്വൽ ഒപ്പിയെടുത്ത് അവരുടെ കണ്ണീര് അവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുത്ത് ജനങ്ങളിലേക്ക് നൽകിയിട്ട് അതിൻ്റെ പണം പറ്റാനല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾക്ക് ശരിക്കും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു. കാരണം എന്താ പറയുക, പണ്ട് ഈ ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG എടുത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ എടുത്ത് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ശ്രമിച്ചാൽ അവർ ജോലി കിട്ടുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവന് ഓൺലൈൻ മീഡിയമായിട്ട് വരുന്നു. എന്നിട്ട് പറയുന്നത് ഞാൻ ഓൺലൈൻ മീഡിയയിൽ ജേർണലിസ്റ്റ് ആണെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നത്, അവൻ ഈ മൊബൈലിൻ്റെ ടെക്നോളജി ഉള്ളത് കൊണ്ട് വിഷ്വൽ അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു, അതിനകത്ത് ടൈപ്പ് ചെയ്ത് കയറ്റാവുന്നു, അല്ലെങ്കിൽ ഓഡിയോ കൊടുക്കാം. ഇതൊക്കെ വെച്ചിട്ട് അവനും ഒരു ജേർണലിസ്റ്റായി മാറുന്നു. സത്യത്തിൽ സമൂഹത്തിൽ ഇപ്പോൾ ജേർണലിസ്റ്റുകൾ മാപ്ര എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള അപജയമാണ്. ഈ അപജയത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ സർക്കാർ ഉൾപ്പെടെ ഇതിന് വേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. ഇത്തരം മീഡിയകളെ കുറച്ചൊക്കെ നിയന്ത്രിക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് പൂർണ്ണമായി മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, പക്ഷേ ഔചിത്യബോധത്തോടെ അല്ല പ്രവർത്തിക്കുന്നെങ്കിൽ അവരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറണം. അത് പോലീസിന് ഇടപെടാൻ പറ്റില്ല. കാരണം പോലീസിന് ഇടപെട്ടാൽ പോലീസിന് പറയും ഞാൻ മീഡിയയാണ് ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേൽ തട്ടിക്കയറും. ഇവിടെ ഈ വിഷ്വൽ മീഡിയ, പ്രിന്റ് മീഡിയ, അതുപോലെ ഓൺലൈൻ മീഡിയ ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് അംഗത്വം അല്ലെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന കൂട്ടായ്മയിൽ ഇല്ലാത്തവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കണം. അല്ലാതെ നിർബന്ധപൂർവ്വമല്ല. ഇപ്പോൾ പ്രസ് ക്ലബിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് പോലും ഇത്തരം ചില മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു മരണച്ചടങ്ങിലോ അല്ലെങ്കിൽ ഈ അമ്മ ഭാരവാഹികളുടെ യോഗം, ഇവിടെ എന്താ ഒരു സിനിമാ നടനാണ് മരിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സിനിമാ താരങ്ങൾ കൂട്ടത്തോടെ എത്തും. അവരുടെ സങ്കടങ്ങൾ അവരുടെ വിഷമങ്ങൾ ഒപ്പിയെടുത്ത് ഈ പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ ഓൺലൈൻ മീഡിയ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മോശമായ ഒരു പ്രവണത കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നിയന്ത്രിക്കണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും ചിലർ ചെയ്യുന്ന വളരെ മോശമായ പ്രവർത്തികൾ കാരണം നമ്മളും കൂടി എവിടെയാ ജോലി ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ മീഡിയയിലാണെന്ന് പറയുമ്പോൾ നമ്മളെ വരെ പുച്ഛത്തോടെ കാണുന്ന ഒരു സമൂഹമുണ്ട്. കാരണം കുറെ പേർ ചെയ്യുന്നത് നമ്മളെയും കൂടെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ ചാനൽ, ഇപ്പോൾ അതത്ര പ്രമുഖമല്ല, പക്ഷെങ്കിൽ ഒരു പ്രമുഖ ചാനൽ ഒരു മാധ്യമപ്രവർത്തക കെവിൻ നീനു, ആ കെവിൻ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വായിൽ കൊണ്ടുപോയി മൈക്ക് വെച്ചു. അത് വളരെ വിമർശനം ഉണ്ടാക്കി. കാരണം ആ ജനങ്ങൾ ഒന്നടങ്കം പൊട്ടിത്തെറിച്ചു. ഇവിടുത്തെ മാധ്യമപ്രവർത്തക ജീവിതം എന്താന്ന് പോലും അറിഞ്ഞു തുടങ്ങും മുമ്പ് ആ ഒരു ചെറുപ്പക്കാരനെ കൊന്നു ഇട്ടേക്കുന്നു, എന്നിട്ട് ഇനി ഇപ്പൊ എന്താ തോന്നുന്നതെന്നൊക്കെ ചോദിച്ച് വാർത്ത എടുക്കാൻ, അത് റീച്ചിന് വേണ്ടിയായിരുന്നു, ചാനലിന്റെ റീച്ചിന് വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ പല സംഭവങ്ങൾ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടത്, ഒരു ആറ്റുകാൽ പൊങ്കാല, ഒരു വളരെ മോശപ്പെട്ട ഒരു ഓൺലൈൻ മീഡിയ, അതിന്റെ പേരൊന്നും പറയുന്നില്ല, പിന്നെ ആ 2-3 പേരുടെ പിന്നെ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു നടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. നടിയുടെ അമ്മ ഓടി വന്ന് പറയുകയാണ്, അതേ വേറൊരു ചാനൽ പകർത്തിയിട്ട് അത് ഇട്ടേക്കാണ്, ദേ മറ്റേ ചാനൽ വരുന്നുണ്ട്, ഡ്രസ്സ് നേരിട്. ഉടനെ അവരൊരു തോർത്തെടുത്ത് കൊടുത്തിട്ട് തോർത്ത ആ കൊച്ചിന്റെ, കാരണം ഈ ചാനൽ എന്ന് പറയുന്നത് പെൺകുട്ടികളോ സ്ത്രീകളോ ഇരുന്നാൽ അവരുടെ ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തുറന്നു കിടന്നാൽ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു മീഡിയയാണ്. ശരീരഭാഗങ്ങളെ ഒപ്പിയെടുത്തിട്ട് ജനങ്ങൾ അവര് പോലും അറിയാതെ ഒപ്പിയെടുത്ത് ജനങ്ങളുടെ മുന്നിലിടും. അതാണ് ഇവരുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ആ പെൺകുട്ടിയുടെ അമ്മ ഓടി വന്ന് പറയാണ്, ആ ചാനലാണ്, ആ ചാനൽ ശ്രദ്ധിക്കണം. അവരുടനെ തോർത്തെടുത്ത് ഇട്ട് കൊടുക്കുന്നു ഇടാൻ വേണ്ടിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദൈവത്തിന്റെ ഒരു ചടങ്ങിൽ ചെന്നിരുന്നാൽ പോലും സമാധാനം കൊടുക്കില്ല. ചാനലുകൾ അങ്ങനെയാണ്. ഒരു ചാനല് 20 മണിക്കൂറാണ് ആറ്റുകാൽ പൊങ്കാല ലൈവ് എടുത്തത് ജനങ്ങളുടെ ഇടയിൽ. അവിടുത്തെ ആളുകൾ എന്തിനാണ് ഒരു മാസം അല്ലെങ്കിൽ 10 ദിവസമൊക്കെ വ്രതം എടുത്ത് വന്ന് പൊങ്കാല ഇടുന്നവരാണ് അവിടെ വരുന്നത്. അവര് ചാനലിൽ അവരുടെ മുഖം കാണാനോ എന്താവശ്യത്തിന് വന്നതെന്നോ പറയാനല്ല, അവരത്രയും ഭക്തിയോടെ വന്ന് നിന്ന്. ഇനി ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഈ അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഇത് ലോകം മുഴുവൻ അറിയിച്ചിട്ട് അവർക്ക് ഇനി പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. കാരണം ഇത് ലോകം മുഴുവൻ അറിഞ്ഞു കിടക്കുന്ന സംഭവമാണ്. അത്രത്തോളം ആളുകൾ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചാനലുകൾ തലേ ദിവസം മുതൽ അവിടെ ചെന്ന് കിടക്കുന്ന ആളുകൾക്ക് ഒരു പ്രൈവസി ഇല്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓൺലൈൻ മീഡിയക്കായാലും പ്രമുഖ ചാനലിന് റീച്ച് വേണം. റീച്ചിൽ താന്നു പോയാൽ പ്രമുഖ ചാനലുകൾക്ക് പരസ്യമില്ല. വ്യൂസ് കിട്ടിയില്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വരുമാനവുമില്ല. ഇതാണ് ജീവിതമാണ്, അന്നമാണ് എല്ലാവരുടെയും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ
ഇത്ര വ്യൂസ് ഉള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ UDF സർക്കാരിന്റെ കാലത്തെങ്കിലും ഉണ്ടായില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഇന്നലെ എനിക്ക് തോന്നുന്നു VD സതീശനൊക്കെ ഇറങ്ങി, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഇറങ്ങി മാറുകയില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അത് VD സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അതിൽ നിന്നു, അദ്ദേഹം മറ്റു വലിയ കാര്യങ്ങളിലേക്ക് കടന്നില്ല. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ സംഭവം ഇതൊന്നും ആയിരിക്കില്ല, വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തന്നെ. അദ്ദേഹം VD സതീശൻ ഒരു സൗമ്യനായ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ആ സിറ്റുവേഷൻസിനെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണം. ഇങ്ങനെ അഴിച്ചുവിട്ടാൽ അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ഇപ്പോ പറയുന്നത് എന്താണ്, ഇവൻ കഞ്ചാവാണ്, ഇവൻ പട്ടിഷോ കാണിക്കുന്നു, ഇവനെ ചങ്ങലക്കിട്. ഒരു അച്ഛൻ, അവന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. നാളെ മുതൽ അമ്മയ്ക്ക് സലീം കുമാറിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ താൻ 28 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഏറ്റവും വലിയ ശരിയെന്നാണ് അയാളുടെ വിവാഹ വർഷത്തിൽ എഴുതിയത്. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ആരെങ്കിലും അങ്ങനെ ഭാര്യയെ കുറിച്ചൊക്കെ എന്റെ ശരിയാണ്, 28 വർഷത്തെ എന്റെ ശരിയാണെന്നൊക്കെ എഴുതുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ അത്രമാത്രം സ്നേഹം കൊണ്ട് അയാളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു ഭാര്യയാണ്. അപ്പോൾ പെട്ടെന്ന് അയാൾ നഷ്ടമാവുമ്പോൾ ആ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന വിങ്ങൽ, ആ മക്കളും വലിയ ഇതൊന്നും ആയിട്ടില്ല, അവർക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു. ഇനി അതും വലിയ പ്രായമൊന്നുമില്ല, 56 വയസ്സേ ഉള്ളൂ. അപ്പോ അത്തരത്തിൽ ഒരു മനുഷ്യൻ പോയി കിടക്കുമ്പോൾ അത്രയെന്ന് പറയുന്നത് അവർക്കും അവരുടെ മക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും മാത്രമുള്ള സ്പേസ് ആണത്. അവിടെ കയറി ഇത്രയും തോന്നിവാസങ്ങൾ കാണിക്കുന്നത് ഏത് മാധ്യമമായാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ അവൻ അടിക്കാത്തതാണ് എനിക്ക് തോന്നുന്നു. അവൻ 2 കൊടുക്കേണ്ടത് കൂടിയായിരുന്നു. കാരണം അത്രയും പൊട്ടി തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവന്റെ അച്ഛനെ പട്ടടയിലിട്ട് എടുക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നെറികേട് എന്താണ് കാണിക്കാനുള്ളത്? എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളെയും ജനങ്ങൾ ചീത്ത വിളിക്കരുത്. അവിടെ ചെല്ലാത്ത നമ്മൾ അതിൽ നിന്നൊക്കെ, അതായത് ഇതൊക്കെ അവരുടെ സ്വകാര്യ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന നമ്മളെ പോലുള്ള മാധ്യമങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ മീഡിയസ് ഇനി മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാതിരിക്കാൻ ഇപ്പൊ തന്നെ ഈ ജേർണലിസ്റ്റുകളെ മാപ്ര എന്ന് വിളിക്കുന്നത് പരിഹാസത്തോടു കൂടി തന്നെയാണ്. ആ വിളി ഇനിയും മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാതിരിക്കണം. അതുകൊണ്ട് ഏത് ചടങ്ങാണോ അതിന്റെ ഔചിത്യബോധം മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. അതായത് ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, നമ്മളൊക്കെ മെയിൻ സ്ട്രീമിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലേക്ക് വരുന്നതാണ്. അങ്ങനെ അല്ലാതെ വരുന്ന ആളുകളുടെ ഒരു മോശം പ്രവൃത്തി കൊണ്ട് നമ്മൾ കൂടി ഇതിനകത്ത് ഇരയായി മാറുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ ജേർണലിസ്റ്റ് എന്ന പേരുമായിട്ട് പോകുന്നവർ കുറച്ചുകൂടി ഔചിത്യത്തോടുകൂടി പെരുമാറണം. അങ്ങനെ അല്ലാതെ പെരുമാറുന്നവരെ നിയന്ത്രിക്കാൻ ഇവർ തന്നെ മുൻകൈയെടുത്ത് വരണം. അതിന് ഇപ്പോൾ UDF സർക്കാരിന്റെ കാലത്ത് എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകട്ടെ, എങ്കിലേ ഇതിനൊക്കെ ഒരു മാറ്റം വരികയുള്ളൂ.